നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ വായന കാണുക. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ വായന കാണുക. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള, അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള വികാരങ്ങളും ചിന്തകളും തീരുമാനങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ അതിമനോഹരമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. എപ്പോൾ നോക്കിയാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചു വരാമെന്നും ഈ പ്രണയബന്ധം കൂടുതൽ ദൃഢതയോടുകൂടിയും ശക്തിപ്പെടുത്താനും എങ്ങനെ സാധിക്കുമെന്നും ഉള്ള ചിന്തകളിലൂടെയും തീരുമാനങ്ങളിലൂടെയുമാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വേർപിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഏതൊക്കെ സാഹചര്യത്തിലേക്കും ഏതൊക്കെ വ്യക്തികളിലേക്കും എന്തൊക്കെ ജോലികൾ ചെയ്താൽ പോലും ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ ഓർക്കാതിരിക്കാനോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ പറ്റുകയില്ല എന്നുള്ളത് തന്നെയാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തി നിങ്ങളിൽ അത്രമാത്രം അഡിക്റ്റഡ് ആണ്. അത്രമാത്രം നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള തെറ്റുകളെക്കുറിച്ചും ഈ വ്യക്തി ഓരോന്നായി വിശകലനം ചെയ്തുകൊണ്ട് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഭാവിയെക്കുറിച്ചിപ്പോൾ ഈ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഭാവിയെക്കുറിച്ച് പേടിയുണ്ട്. കാരണം തൻ്റെ ജീവിതത്തിൽ താൻ അവസാന കാലഘട്ടത്തിൽ ഒറ്റയ്ക്കായി തീരുമോ, ഒറ്റപ്പെട്ടു പോകുമോ എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളെ എത്രമാത്രം ഈ വ്യക്തി അവഗണിച്ചിട്ടുണ്ടോ അത്രമാത്രം നിങ്ങളോട് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി വളരെയധികം സൗഹൃദപൂർണമായിട്ടുള്ള ഒരു ബന്ധമായി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഒറ്റപ്പെട്ട വേദനയിലൂടെ മനസ്സ് നുറുങ്ങിക്കൊണ്ടാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു വിധത്തിലും സമാധാനം ലഭിക്കാത്ത വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും നന്നായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാര്യങ്ങളെ എങ്ങനെയെങ്കിലും ബോധപൂർവം സമാധാനത്തോടു കൂടി അതിനെ പരിശോധിക്കുവാനും തൃപ്തികരമാക്കാനും പരിഹരിക്കുവാനുമാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തെയും സന്തോഷത്തെയും അതുപോലെ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴവും വർദ്ധിപ്പിച്ചെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാരണവശാലും നിങ്ങളെ മറന്നു കളയുവാനോ നിങ്ങൾ ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ മറന്നു കളയുവാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ശരിയെന്നും നിങ്ങൾ പറയുന്നതാണ് സത്യമെന്നും ഉള്ള തിരിച്ചറിവിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി നിങ്ങളെ ഒരു വിഡ്ഢിയായി ചിത്രീകരിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മണ്ടത്തരമാണെന്നും നിങ്ങളെ വിശ്വസിക്കേണ്ടതും ആവശ്യമില്ല എന്നും ഈ വ്യക്തി ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ഇപ്പോൾ നിങ്ങളെ
പലതരത്തിലുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ രണ്ടുപേരും മാനസികപരമായി തളർന്ന് തകർന്നാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുവാനും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ എന്തെങ്കിലും അത്ഭുതങ്ങളും തീരുമാനങ്ങളും ഈ പ്രണയബന്ധത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി ഒരിക്കലും ഒരുമിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നതെങ്കിൽ അവയെ എല്ലാം തന്നെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് സാധ്യതകളുടെ വെളിച്ചത്തിലേക്ക് വന്നു ചേരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ഒരു ശക്തി, മനഃശക്തിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളെ ഒന്നിപ്പിക്കണമെന്നും നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നും ക്ഷണിക്കണമെന്നും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് നന്നായി ജീവിച്ചു പോകണമെന്നും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും ഇതുവരെയും സങ്കല്പിച്ചിട്ടില്ല, സങ്കല്പിക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുമില്ല. ഇത് നമുക്ക് വളരെ നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ തന്നാൽ കഴിയുന്ന വിധത്തിൽ എന്തൊക്കെ പ്രയത്നങ്ങളാണോ തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം തന്നെ ചെയ്തുകൊണ്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് മുന്നേറുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പല രീതിയിലും വേറെ വേറെ വ്യക്തികളെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ മറ്റ് വിവാഹ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു പ്രണയബന്ധത്തിലേക്കോ പോകുവാൻ വേണ്ടി ശ്രമിച്ചവരായിരിക്കാം. എന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് സാധ്യമാക്കിയെടുക്കുവാൻ സാധിക്കുന്നില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ ഒന്നുറങ്ങാൻ കിടന്നാൽ ഈ വ്യക്തിയുടെ മനസ്സിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പരസ്പരം നിറഞ്ഞു കവിഞ്ഞൊഴുകി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് തനിക്ക് മറികടക്കാനാവുക എന്നുള്ള തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളെ സ്വന്തമാക്കുന്നതോടു കൂടിയാണ് ഇത്തരം വീർപ്പുമുട്ടലുകളും മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും തനിക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ആവില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസാക്ഷി 1000 ചോദ്യങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ വ്യക്തി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ ദിനം പ്രതിയുള്ള ജീവിതത്തെക്കുറിച്ചും തൻ്റെ പ്രണയബന്ധം ഏത് തലത്തിൽ പോകണം എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ മനോഹരമായി തന്നെ ഈ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ ഒരു ചിന്തകൾ ഇനിയെങ്കിലും തനിക്ക് വന്നില്ലെങ്കിൽ താൻ ഉറപ്പായും ജീവിതത്തിൽ വിഷമിക്കേണ്ടി വരുമെന്നും ഒറ്റപ്പെടേണ്ടി വരുമെന്നും ഉള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാക്കൾക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ആത്മാക്കൾ മാത്രമേ പറ്റുകയുള്ളൂ, സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ആ സ്ഥാനത്ത് മറ്റൊരു ആത്മാവിനെ കാണുവാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പ്രണയബന്ധത്തെ കൂടുതൽ ദൃഢതയിലേക്കും ആഴത്തിലേക്കും കൊണ്ടുപോയി എത്തിച്ചു കൊള്ളുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.